നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചങ്ങരംകുളം നന്നമുക്കിൽ വാഹനാപകടം. പഴഞ്ഞി MD കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോലളമ്പ് കിഴക്കേ വട്ടപ്പറമ്പിൽ നന്ദന്റെ മകൻ നിതിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. മലയാറ്റൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന പാവർട്ടി സ്വദേശി വാഹനാപകടത്തിൽ മരിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഗവർണർക്കും പത്നിക്കും നൽകി. ഗവർണറുടെ ഗുരുവായൂർ സന്ദർശനം ചുമതല ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായി. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ പന്നികൾ കാറിന് കുറുകെ ചാടിയ അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. വാർത്തകൾ വിശദമായി. ചങ്ങരംകുളം നന്നമുക്കിൽ വാഹനാപകടം. പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോലളമ്പ് കിഴക്കേ വട്ടപ്പറമ്പിൽ നന്ദന്റെ മകൻ 20 വയസ്സുള്ള നിതിനാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മൂക്കുതല സ്വദേശി ആദിത്യനെ ഗുരുതരമായ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 9:30 നന്നമുക്ക് പൂച്ചപ്പടിയിലാണ് അപകടമുണ്ടായത്. ചങ്ങരംകുളം ഭാഗത്തു നിന്ന് നന്നമുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ വന്ന സ്കൂട്ടർ മൺകൂനയിൽ തട്ടി ടോറസ് ലോറിക്ക് അടിയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് സൂചന. മരിച്ച നിതിന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ പുറകിലെ ടയർ കയറിയിറങ്ങി. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണം സംഭവിച്ചു. അപകടത്തിൽപ്പെട്ട ഇരുവരും പഴഞ്ഞി MD കോളേജിലെ വിദ്യാർത്ഥികളാണ്. കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് ദാരുണമായ ഈ സംഭവം. മരിച്ച നിതിന്റെ മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചങ്ങരംകുളം പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മലയാറ്റൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന പാവർട്ടി സ്വദേശി വാഹനാപകടത്തിൽ മരിച്ചു. ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം താമസിക്കുന്ന നീലങ്കാവിൽ മുട്ടിക്കൽ ആന്റണിയുടെ മകൻ ബെന്നിയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. മലയാറ്റൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങിവരുന്നതിനിടെ കാലടിയിൽ വെച്ചായിരുന്നു അപകടം. പരിക്കേറ്റ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച ഉച്ചയോടെ മരിക്കുകയായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച പാവർട്ടി തീർത്ഥ കേന്ദ്രത്തിൽ നടക്കും. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. സ്ഥാനമേറ്റ ശേഷം ഇതാദ്യമായിട്ടാണ് ഗവർണർ ഗുരുവായൂരിലെത്തുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഗവർണർ ഭാര്യ അനഘയ്ക്കൊപ്പം ദർശനത്തിനായി എത്തിയത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ ഗവർണറെ പൊന്നാടയണിയിച്ചു. ആദ്യം കൊടിമര ചുവട്ടിൽ നിന്ന് ഗുരുവായൂരപ്പനെ തൊഴുതു. തുടർന്ന് നാലമ്പലത്തിലെത്തി തൊഴുത് പ്രാർത്ഥിച്ചു. ഗുരുവായൂരപ്പനെ കൺനിറയെ കണ്ട ഗവർണർ കാണിക്കയും അർപ്പിച്ചു. ശ്രീലകത്ത് നിന്ന് പ്രസാദം ഏറ്റുവാങ്ങി. ദർശനശേഷം ചുറ്റമ്പലത്തിലെത്തി പ്രദക്ഷിണം വെച്ചു. കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഗവർണർക്കും പത്നിക്കും നൽകി. തുടർന്ന് 7:30 ശ്രീവത്സത്തിലെത്തി അല്പനേരം വിശ്രമിച്ച ശേഷമാണ് ഗവർണർ മടങ്ങിയത്. ദേവസ്വത്തിന്റെ ഉപഹാരമായി ഭഗവാൻ ശ്രീകൃഷ്ണനും രുക്മണി ദേവിയുമൊത്തുള്ള ചുമർ ചിത്രവും നിലവിളക്കും ചെയർമാൻ ഡോക്ടർ VK വിജയൻ സമ്മാനിച്ചു. വരവേൽപ്പിന് നന്ദി പറഞ്ഞ ഗവർണർ ദേവസ്വം ചെയർമാനായി മറ്റ് രാജ്ഭവനിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ഗവർണറായ ശേഷം ഇതാദ്യമായിട്ടാണ് അർലേക്കർ ഗുരുവായൂരിലെത്തുന്നത്. മമ്മിയൂർ ക്ഷേത്രത്തിലും ഗവർണർ ദർശനം നടത്തി. എരുവപ്പെട്ടി തിപ്പല്ലൂരിൽ തെരുവു നായ്ക്കൾ കോഴികളെ കടിച്ചുകൊന്നു. കർഷകനായ അകവളപ്പിൽ രാധാകൃഷ്ണന്റെ 85 വളർത്തുകോഴികളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചു കൊന്നത്. പുലർച്ചെയാണ് മതിൽ ചാടി കടന്നെത്തിയ നായ്ക്കൾ കൂടിന്റെ ഫൈബർ വാതിൽ കടിച്ചു പൊളിച്ച് ഇവയെ ആക്രമിച്ചത്. നിരവധി കോഴികളെ കടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ സമാനമായ രീതിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം നടന്നിരുന്നു. അന്ന് 300 കോഴികളെയാണ് കടിച്ചു കൊന്നത്. ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ ക്യാമ്പയിൻ വയലോരത്തിന്റെ ഭാഗമായി വെള്ളാട്ടഞ്ഞൂരിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളാട്ടഞ്ഞൂർ വാർഡ് വികസന സമിതി ഹാളിൽ നടന്ന സെമിനാർ വേലൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം PN അനിൽ അധ്യക്ഷനായി. കൃഷി ഓഫീസർ RP അഞ്ജന പദ്ധതി വിശദീകരണം നടത്തി. പച്ചക്കറി കൃഷിയുടെ കീടരോഗ നിയന്ത്രണം എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല കമ്മ്യൂണിക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അശ്വതി കൃഷ്ണമയും വിളവ് വർദ്ധിപ്പിക്കാൻ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്റ്റൻഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VG സുനിലും സെമിനാർ നയിച്ചു. കർഷകർ, പാടശേഖര സമിതി ഭാരവാഹികൾ, ADS മെമ്പർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കാർഷിക സർവകലാശാലയുടെ കോളേജ് ഓഫ് കോർപ്പറേഷൻ, ബാങ്കിംഗ് ആൻഡ് മാനേജ്മെന്റ് 2021 ബാച്ച് സ്റ്റുഡൻസിന്റെ ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയം വയലോരം എന്ന പരിപാടിയുടെ ഭാഗമായാണ് കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. ആളൂർ യുവജന സമാജം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മലയാളത്തിന്റെ കഥാകാരൻ MT വാസുദേവൻ നായരെയും
ഭാവഗായകൻ പി ജയചന്ദ്രനെയും അനുസ്മരിച്ചു. വായനശാല ഹാളിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ പ്രസിദ്ധ സംഗീതജ്ഞനും നാദോപാസന ഓർക്കസ്ട്ര ഡയറക്ടറുമായ മോഹനൻ വെങ്കിടകൃഷ്ണൻ പി ജയചന്ദ്രനെയും വടക്കുംപാട്ട് നാരായണൻ, പുഷ്പാകരൻ കണ്ടാണശ്ശേരി എന്നിവർ MTയെയും അനുസ്മരിച്ചു. വായനശാല സെക്രട്ടറി ഗംഗാധരൻ മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് അഷ്റഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പി ജയചന്ദ്രന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനാഞ്ജലിയും ഉണ്ടായി. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ പന്നികൾ കാറിന് കുറുകെ ചാടി അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. വ്യാഴാഴ്ച രാവിലെ 7:30 സംഭവം. വരവൂർ വേട്ടാണി കയറ്റത്തിൽ കാട്ടുപന്നികൾ കൂട്ടമായി റോഡിലിറങ്ങി ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് കുറുകെ ചാടുകയായിരുന്നു. പന്നികൾ ഇടിച്ച് കാറിന്റെ മുൻവശം തകർന്നു. എറണാകുളത്ത് നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിന്റെ മുൻവശം തകർന്നത് മൂലം വാഹനം ഓടിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ച സോളിഡാരിറ്റി SIO സംസ്ഥാന നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അണ്ടത്തോട് നൈറ്റ് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിക്കുന്നവരെ ഭീകരമായി മർദ്ദിച്ചൊതുക്കുന്ന കേരള പോലീസ് സംഘപരിവാറിനെ പഠിക്കുകയാണെന്ന് പ്രകടനക്കാർ കുറ്റപ്പെടുത്തി. അബ്ദുസമദ് അണ്ടത്തോട്, AV റസാഖ്, അലി മന്ദലാംകുന്ന്, K ഹനീഫ, താഹിർ, ഷാഹുൽ, ലത്തീഫ് കോലയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിഷുക്കാലം എത്തിയതോടെ കണിവെള്ളരിയും സജീവമായി. വേലൂർ വെങ്ങലശ്ശേരി കൃഷ്ണകുമാറിന്റെ കൃഷിയിടത്തിലാണ് കണിവെള്ളരി വിളഞ്ഞ് വിളവെടുപ്പ് നടത്തിയത്. KSRTC ജീവനക്കാരനായ കൃഷ്ണകുമാർ കഴിഞ്ഞ 30 വർഷമായി കൃഷിയിൽ സജീവമാണ്. ജോലി കഴിഞ്ഞുള്ള സമയത്താണ് കൃഷിക്കായി ഇറങ്ങുന്നത്. ഈ വർഷം മലയാളികൾക്കായി വിഷുക്കണിയൊരുക്കുവാനുള്ള വെള്ളരിയാണ് ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്തത്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്ത സ്ഥലത്തുമായാണ് കൃഷി. 40,000 രൂപയാണ് ചിലവ് വന്നത്. അതേസമയം മയിൽ, കാട്ടുപന്നി, മുള്ളൻപന്നി ഉൾപ്പെടെയുള്ളവ കൃഷി നശിപ്പിക്കുന്നത് കർഷകനെന്ന നിലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് കൃഷ്ണകുമാർ പറയുന്നു. കൃഷിയുടെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കൃഷിയിടത്തിൽ പലയിടത്തായി സൂര്യകാന്തി ചെടികളുമുണ്ട്. മക്കളായ അജയ് കൃഷ്ണ, അഭിനന്ദ്, ഭാര്യ പ്രീത തുടങ്ങിയവരും കൃഷ്ണകുമാറിനെ സഹായിക്കാനായി ഒപ്പമുണ്ട്. വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ CF ജോയ് അധ്യക്ഷനായി. കൃഷി ഓഫീസർ അഞ്ജന, പാടശേഖര സമിതി പ്രസിഡന്റ് വേലുക്കുട്ടി, CF സൈമൺ തുടങ്ങിയവർ പങ്കെടുത്തു. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് തൂവാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. കറുപ്പം വീട്ടിൽ ബഷീറിന്റെ വസതിയിൽ നടന്ന സംഗമം ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സഫിയ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് സപ്ലൈ ഓഫീസർ KV മുഹമ്മദ് അധ്യക്ഷനായി. സെക്രട്ടറി ജീസൺ മാസ്റ്റർ, ഭഗീരഥി ടീച്ചർ, കൊച്ചുമേരി, വനിതാ ഫോറം വളണ്ടിയർ നസീമ എന്നിവർ സംസാരിച്ചു. വയോജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും യുവജനങ്ങളും വിദ്യാർത്ഥികളുമായി 100ഓളം പേർ പങ്കെടുത്തു. വിവിധ കലാപരിപാടികളുടെ അവതരണവും സ്നേഹവിരുന്നും ഉണ്ടായി. കൈ കോർക്കാം ലഹരിക്കെതിരെ. ലഹരി ഉപയോഗം മൂലം വിദ്യാർത്ഥികളിൽ പോലും അക്രമവാസന വർദ്ധിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ലഹരി ഉപയോഗത്തിനും ലഹരി മാഫിയകൾക്കുമെതിരെ CPM കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് 4 സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ മനുഷ്യച്ചങ്ങലയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയ സംഘർഷങ്ങൾ പോലും കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു. ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ ചില അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും മാരകമായ വിധത്തിൽ കൊലപാതകങ്ങൾ നടത്താനുള്ള ഒരു സംഭവമല്ല. പക്ഷെ എന്നിട്ടും അത് സംഭവിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി ഈ മനുഷ്യച്ചങ്ങല മാറുമെന്നും അബ്ദുൽ ഖാദർ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കലയുടെയും കളികളുടെയും കച്ചവടത്തിന്റെയും നാടായി അറിയപ്പെട്ടിരുന്ന പെരുമ്പിലാവ് ഇപ്പോൾ ലഹരി മാഫിയകളുടെ ഹബ്ബായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് BK ഹരിനാരായണൻ പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടാവുന്ന സമയത്ത് നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാട് കോവിഡിന്
കടന്നത്, അല്ലെങ്കിൽ ചൂരൽമലയിലൊക്കെ വയനാട്ടിലെ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ നാട് കരകയറിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രളയത്തിനെ നമ്മുടെ നാട് അതിജീവിച്ചത്, അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത ഒരു അപകടമാണ് നമ്മുടെ നാടിൽ സംഭവിക്കുന്നത്. മറ്റുള്ളവരോട് പെരുമ്പിലാവുകാരനാണെന്ന് പറയാൻ നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി, ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ബി ജയൻ, പത്മ വേണുഗോപാൽ, ലോക്കൽ സെക്രട്ടറിമാരായ കെ ഇ സുധീർ, കെ സി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ലഹരി ബോധവൽക്കരണത്തിനും നിർമ്മാർജ്ജനത്തിനുമായി CPM കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി വിവിധ പരിപാടികളോടെ 1 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 4-ന് ജില്ലാ അതിർത്തി മുതൽ അക്കിക്കാവ് വരെയുള്ള 5.5 കിലോമീറ്റർ ദൂരം 5000-ത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ മനുഷ്യചങ്ങല തീർക്കും. കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA, എം ബാലാജി, കെ കൊച്ചനിയൻ, BK ഹരിനാരായണൻ, പീശപ്പള്ളി രാജീവ് എന്നിവർ രക്ഷാധികാരികളും MN മുരളീധരൻ ചെയർമാനും KB ജയൻ കൺവീനറായുമുള്ള 51-അംഗ സ്വാഗത സംഘമാണ് പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ചത്. വ്യാജമദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ കർശന നടപടിയെടുക്കുവാൻ മണലൂർ മണ്ഡലം ജനകീയ ജാഗ്രതാ സമിതി യോഗം തീരുമാനിച്ചു. മുരളി പെരുന്നെല്ലി MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വാർഡുതല ജാഗ്രതാ സമിതികളും ഗ്രന്ഥശാലകളും ക്ലബ്ബുകളും നിതാന്ത ജാഗ്രത പുലർത്തണമെന്നും വിഷു, ഈസ്റ്റർ എന്നീ വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് എക്സൈസ്, പോലീസ് സേനകളുടെ പട്രോളിംഗും പരിശോധനകളും ഊർജിതമാക്കണമെന്നും യോഗം തീരുമാനിച്ചു. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ ബെന്നി ജോർജ്, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ജോർജ്, പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷുക്കൂർ, ഗ്രന്ഥശാല ക്ലബ്ബ് ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മുക്കിലപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ ഞായറാഴ്ച ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നു. ഉച്ചയ്ക്ക് 2:30 ചാലിശ്ശേരി അങ്ങാടിയിൽ നിന്ന് ആരംഭിച്ച് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിച്ച് സന്ദേശ റാലി മുക്കിലപീടികയിൽ സമാപിക്കും. സ്പോർട്സ്, ഡാൻസ്, ഫുട്ബോൾ, വോളിബോൾ, സ്കിൽ പെർഫോമൻസ്, ഷൂട്ടൌട്ട്, കൂട്ടയോട്ടം, ലഹരി വിരുദ്ധ പ്രതിജ്ഞ, സിഗ്നേച്ചർ ക്യാമ്പയിൻ, ഗോപിനാഥ് പാലഞ്ചേരി ലഹരിക്കെതിരെ നടത്തുന്ന ഏകാംഗ നാടകം, മരണമൊഴി അവതരണം എന്നിവ നടക്കും. മറ്റു വാർത്തകൾ. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിലെ സമാപന ദിവസം അവതരിപ്പിച്ച ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ കയ്യടി നേടി. ആഖ്യാനത്തിലും അവതരണത്തിലും ഫെമിനിസ്റ്റ് മാനിഫെസ്റ്റോ മികച്ചു നിന്നു. വർത്തമാന യാഥാർത്ഥ്യങ്ങളെ പച്ചയായ രീതിയിലാണ് നാടകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവാഹ ജീവിതം പൊരുത്തപ്പെടാൻ കഴിയാതെ പൊട്ടിത്തെറിക്കുന്ന സ്ത്രീത്വം, കോഴിയെ പിടിക്കാൻ കുറുക്കന്മാരുടെ സംഘം ചേരൽ, സ്ത്രീകളുടെ ജനിതക ശീലങ്ങളെ വശീകരിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്തുന്ന കടത്തുകാരിയും മഹർഷിയുമെല്ലാം പൂർവ്വകാല ചിന്തകളെ ഉണർത്തുന്നു. തുല്യതയും ജനാധിപത്യവും ആഗ്രഹിക്കുന്നവർ പോലും അവസാനം നമുക്കുനേരെ തന്നെ വിരൽ ചൂണ്ടാൻ ആവശ്യപ്പെടുന്നു. ഷേക്സ്പിയറുടെ ഒഥല്ലോ അവതരണത്തിലൂടെ സമകാലിക ദൃശ്യമാധ്യമങ്ങളുടെ സ്വഭാവത്തെ തുറന്നുകാണിക്കാനും നാടകത്തിന് കഴിഞ്ഞു. മാറ്റം അനിവാര്യമാണെന്നും മാറ്റിത്തീർക്കലിലൂടെ മാത്രമേ അത് സാധ്യമാകൂവെന്നും ജനങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് നാടകം പര്യവസാനിച്ചത്. UAE മലയാളി ആർട്സ് ആൻഡ് സോഷ്യൽ സെന്റർ ജനഭേരിയാണ് നാടകം അവതരിപ്പിച്ചത്. ഡിസൈനും സംവിധാനവും അഭിമന്യു വിനയ്കുമാറും, നിർമ്മാണവും സംഗീത സംവിധാനവും സൂരജ് സന്തോഷുമാണ് നിർവഹിച്ചിരിക്കുന്നത്. കാണികളെ ആവേശത്തിലാഴ്ത്തി പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ജനകീയ ഫുട്ബോൾ ടൂർണമെന്റ് പുരോഗമിക്കുന്നു. ദിവസവും 3 മത്സരങ്ങളാണ് പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നത്. അണ്ടർ 10, അണ്ടർ 19 സീനിയർ വിഭാഗം മത്സരങ്ങളാണ് രാത്രിയിൽ നടക്കുന്നത്. ഗ്രൗണ്ടിന് ചുറ്റും തിങ്ങി നിറഞ്ഞ കാണികൾ ആവേശത്തോടു കൂടിയാണ് ഓരോ മത്സരവും കാണാനെത്തുന്നത്. ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ പഴഞ്ഞിൽ നടക്കുന്ന 45ാമത് ടൂർണമെന്റാണ്
ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഫുട്ബോൾ ടൂർണമെന്റാണ് പഴഞ്ഞിയിൽ സൗജന്യമായി സംഘടിപ്പിക്കുന്നത്. MM വിൽസന്റെ നേതൃത്വത്തിലുള്ള സംഘാടകരാണ് മത്സരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ടൂർണമെന്റിന്റെ ഫൈനൽ 13-ാം തീയതി രാത്രി നടക്കും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയല്ല സാമൂഹിക വികസനം ഉണ്ടാകേണ്ടതെന്നും ഓരോ പൗരന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അവരെ പ്രാപ്തരാക്കുമ്പോഴാണ് വികസനം സാധ്യമാവുകയുള്ളൂവെന്ന് മുൻ ചീഫ് സെക്രട്ടറി MS വിജയാനന്ദ് പറഞ്ഞു. പീപ്പിൾസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട് സംസ്ഥാനതല പ്രഖ്യാപന ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. അണ്ടത്തോട് PB മാമു സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ ചടങ്ങിൽ പീപ്പിൾസ് ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ MK മുഹമ്മദ് അലി പ്രൊജക്ട് പ്രഖ്യാപനം നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ പ്രൊജക്ട് വീഡിയോ പ്രകാശനം നിർവഹിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ മുൻ ചെയർമാൻ PI നൌഷാദ് അധ്യക്ഷത വഹിച്ചു. നബാർഡ് തൃശൂർ DDM സെബിൻ ആന്റണി, ലീഡ് ജില്ലാ മാനേജർ മോഹനചന്ദ്രൻ, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ ശിവപ്രസാദ്, ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മന്നലാങ്കുന്ന് മുഹമ്മദ് ഉണ്ണി, പുന്നൂർകുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി, DCC സെക്രട്ടറി AM അലാവുദ്ദീൻ, വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ, പീപ്പിൾസ് ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ M അബ്ദുൾ മജീദ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് K, അണ്ടത്തോട് കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ട് കൺവീനർ സൈനുദ്ദീൻ TK എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ PA ഷമീൽ സജാദ് സ്വാഗതവും സ്വാഗത സംഘം ജനറൽ കൺവീനർ അബ്ദുസമദ് അണ്ടത്തോട് നന്ദിയും പറഞ്ഞു. കേരളത്തിലെ 11 തീരദേശ മലയോര പിന്നാക്ക പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി എംപവർമെന്റ് പ്രൊജക്ടിനായി തൃശൂർ ജില്ലയിൽ അണ്ടത്തോട് പാപ്പാളിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. 5% ആളുകളെങ്കിലും പാവപ്പെട്ടവരാണ്, അവർക്ക് ഒരുപാട് സഹായം വേണ്ടി വരും. പിന്നെ നിങ്ങളുടെ പ്രോജക്റ്റ് റിപ്പോർട്ട് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയത് എങ്ങനെ ഒരു ഗുണഭോക്താവിനെ തിരഞ്ഞെടുക്കും. ഇതൊക്കെയാണ് വികസനം. അല്ല, ഗുണഭോക്താവിനൊരു കൊടുക്കുന്നതല്ല വികസനം. എങ്ങനെ തിരഞ്ഞെടുക്കും? അത് സമൂഹം തന്നെ തിരഞ്ഞെടുക്കും. എങ്ങനെ തിരഞ്ഞെടുക്കും? എനിക്കിഷ്ടമുള്ള ഇയാളൊന്ന് കൊടുക്കുമല്ല, ഒരു മാനദണ്ഡം വെച്ചിട്ട്. ആര് മാനദണ്ഡം ഉണ്ടാക്കും? സമൂഹം ഉണ്ടാക്കും. അതാണ് കമ്മ്യൂണിറ്റി എംപവർമെന്റ് എന്ന് പറയുന്നത്. അല്ലാതെ തന്നിഷ്ടം അനുസരിച്ച് ഇയാളാണ് പാവപ്പെട്ടവൻ, ഇയാളാണ് അർഹത എന്ന് തീരുമാനിക്കുന്നതല്ല. ആലോചിക്കും എന്താണ് അർഹത എന്നുള്ളത്. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ടൊരു കാര്യം പറയാൻ പറ്റുന്നില്ല, എന്നാലും നിങ്ങൾ മനസ്സിലാക്കണത് ഞാൻ ഇവിടെ അട്ടപ്പാടിയിൽ ഒരുപാട് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മല്ലാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭദ്രം പ്ലസ് മരണാനന്തര സഹായം കൈമാറി. മല്ലാട് വ്യാപാര ഭവനിൽ ചേർന്ന ചടങ്ങിൽ ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാനും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ലൂക്കോസ് തലക്കോട്ടൂർ, മണ്ഡലം കൺവീനറും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോജി തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ 15 ലക്ഷം രൂപയുടെ ചെക്ക് വെള്ളറ ധന്യയുടെ ഭർത്താവ് സോണി ഏറ്റുവാങ്ങി. ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് PV ജോസഫ്, സെക്രട്ടറി ജോഷി ചീരൻ, ട്രഷറർ CA ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എടക്കഴിയൂർ ഇവാനുൽ ഉലും മദ്രസയുടെ നേതൃത്വത്തിൽ ഫത്ഹെ മുബാറക് ജില്ലാതല ഉദ്ഘാടനവും മദ്രസ പ്രവേശനോത്സവവും നടന്നു. സുന്നി ജമയത്തുൽ മുവല്ലമീൻ ചാവക്കാട് റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഹുസൈൻ തങ്ങൾ മമ്പുറം പ്രാർത്ഥന നിർവഹിച്ചു. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദു ഹാജി കാദിയാളത്തിന്റെ അധ്യക്ഷതയിൽ ജില്ലാ ട്രഷറർ അബൂബക്കർ ഹാജിയെ കൗക്കാനപ്പെട്ടി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ, ജില്ലാ ട്രെയിനിംഗ് സെക്രട്ടറി RVM ബഷീർ മൗലവി, മദ്രസ സദർ മുവല്ലിം നഹാസ് നിസാമി, മദ്രസ സെക്രട്ടറി ബഷീർ മോഡൻ, SMA മേഖലാ പ്രസിഡന്റ് ഇസ്മായിൽ ഹാജി, മദ്രസ പ്രസിഡന്റ് മാമുട്ടി ഹാജി, എഡ്യൂക്കേഷൻ കമ്മിറ്റി ചെയർമാൻ വീരാൻകുട്ടി പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകരായ നഹാസ് നിസാമി, ബഷീർ മുസ്ലിയാർ, അബ്ദുൽ കരീം അസ്ലമി തുടങ്ങിയവർ ആദ്യാക്ഷരം കുറിക്കുവാൻ നേതൃത്വം നൽകി. എളുപ്പത്തിൽ ജോലി നേടാം. വിജ്ഞാന കേരളം ജനകീയ രജിസ്ട്രേഷൻ ക്യാമ്പയിന് ഗുരുവായൂർ നഗരസഭയിൽ തുടക്കമായി. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ നഗരസഭാതല സ്പോട്ട് രജിസ്ട്രേഷൻ ക്യാമ്പ് ഇരിങ്ങപ്പുറം വായനശാലയിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ, വാർഡ് കൌൺസിലർമാരായ ദീപ ബാബു, സുബിത സുധീർ, B വൈഷ്ണവ്, ജനറൽ സൂപ്രണ്ട് അനിൽ, കമ്മ്യൂണിറ്റി അംബാസിഡർ ഷാഹിന അബൂബക്കർ, DRPമാരായ ശ്യാംകുമാർ, ജെയിംസ് മാഷ്, പ്രേരക്മാരായ BD റീല, പ്രീതി കുമാരി, വാർഡ് തല ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർ എന്നിവർ സംബന്ധിച്ചു. ഏപ്രിൽ 26-ന് 3 കേന്ദ്രങ്ങളിലായി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ്, കേന്ദ്രീയ വിദ്യാലയം എന്നിവിടങ്ങളിൽ നടക്കുന്ന മെഗാ ജോബ് മേളയിലേക്ക് നഗരസഭയിൽ നിന്നും 2000 ഉദ്യോഗാർത്ഥികളെ പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്.
വിവിധ മേഖലയിലുള്ള കൂടിയാലോചനാ യോഗങ്ങൾ, വിവിധ സെഷനിലുള്ള പരിശീലന പരിപാടികൾ, സന്നദ്ധ വളണ്ടിയർ പരിശീലനം, കോളിംഗ് ക്യാമ്പുകൾ എന്നിവ ഇതിന്റെ ഭാഗമായി നടത്തി. ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനുവേണ്ടി ജോബ് സ്റ്റേഷനും വാർഡുകൾ കേന്ദ്രീകരിച്ച് 40ഓളം വരുന്ന ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാരും DRPമാരും കെഡെസ്ക് ചുമതലക്കാരൻ, NULM കോർഡിനേറ്റർ, പ്രേരക്മാർ, ലോക്കൽ റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയ സന്നദ്ധ വളണ്ടിയർമാർ എന്നിവർ ചേർന്നാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഉദ്യോഗാർത്ഥികളെ സഹായിക്കുന്നതിനുവേണ്ടി ഇന്റർവ്യൂ ഓറിയന്റേഷൻ ക്ലാസ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ട്രെയിനിംഗ് പ്രോഗ്രാം തുടങ്ങിയ പരിശീലനവും നഗരസഭ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യത്തിനുവേണ്ടി 10 ക്യാമ്പുകളാണ് പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. പുന്നൂർകുളം പരൂർ പടവ് കമ്മിറ്റിയുടെ 2024-2025 വർഷത്തെ കൊയ്ത്തുത്സവം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാഴാഴ്ച കാലത്ത് 10 മണിക്ക് പരൂർ തറയിൽ താഴത്ത് പാടശേഖരങ്ങളിൽ നടത്തിയ ചടങ്ങിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, പഞ്ചായത്ത് മെമ്പർമാരായ അനിത ധർമ്മൻ, ദേവകി ശ്രീധരൻ, കൃഷി ഓഫീസർ ഡോക്ടർ തെരേസ അലക്സ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ മുഹമ്മദ് നൌഫൽ, പൊന്നാനി കോൾപടവ് കമ്മിറ്റി സെക്രട്ടറി ജയാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരൂർ പടവ് കമ്മിറ്റി പ്രസിഡന്റ് കുന്നങ്കാട്ടയിൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി FT അബ്ദുൾ ജബ്ബാർ സ്വാഗതവും ഹസൻ തളികശ്ശേരി നന്ദിയും പറഞ്ഞു. കർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം ബോധിധർമ്മ അക്കാദമിയുടെ 45ാം വാർഷികവും ലോഗോ പ്രകാശനവും ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനവും നടന്നു. നഗരസഭ ടൗൺഹാളിൽ നടന്ന ചടങ്ങ് വാർഡ് കൌൺസിലർ മിനി മോൻസി ഉദ്ഘാടനം ചെയ്തു. ബോധിധർമ്മ അക്കാദമി ടെക്നിക്കൽ ഡയറക്ടർ അഡ്വക്കേറ്റ് KS ഷിഹാൻ മനോജ് വിഷയാവതരണം നടത്തി. അർഹരായ 20ൽ പരം വിദ്യാർത്ഥികൾക്കുള്ള ബ്ലാക്ക് ബെൽറ്റ് അവാർഡിംഗ് വിതരണം കുന്നംകുളം SHO UK ഷാജഹാൻ നിർവഹിച്ചു. ഏപ്രിൽ 15-16 തീയതികളിലായി ജപ്പാനിൽ നടക്കുന്ന 2ാമത് ഇന്റർനാഷണൽ സെമിനാറിൽ പങ്കെടുക്കുന്നതിനുവേണ്ടി യാത്ര തിരിക്കുന്ന ബോധിധർമ്മ അക്കാദമി ഡയറക്ടർ ഷിഹാൻ KS മനോജിന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. കരാട്ടെ അസോസിയേഷൻ ഓഫ് തൃശൂർ കമ്മിറ്റി പ്രസിഡന്റ് സെൻസായ് ജയപ്രകാശ്, ജനറൽ സെക്രട്ടറി സെൻസായ് മധു വിശ്വനാഥ്, ട്രഷറർ സെൻസായ് ബെന്നി, നഗരസഭ 19ാം വാർഡ് കൌൺസിലർ ലബീബ് ഹസൻ, സെൻസായ് ദിവാകരൻ, കുന്നംകുളം പിസാറ്റ് കോളേജ് ചെയർമാൻ സുനിൽ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ ബോധിധർമ്മ അക്കാദമി പ്രസിഡന്റ് സെൻസായ് TS സജീഷ് സ്വാഗതവും ജനറൽ സെക്രട്ടറി സെൻസായ് PU ഷഹീൻ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഇന്റർ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 500ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയായിരുന്നു ചാമ്പ്യൻഷിപ്പ്. പാചകവാതക വിലവർദ്ധനവിനെതിരെയും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഹോച്ച്മിൽ സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മഹിളാ അസോസിയേഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഏരിയ വൈസ് പ്രസിഡന്റ് സുലൈഖ ഖാദർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം പ്രീജ ദേവദാസ്, ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, ജോയിന്റ് സെക്രട്ടറി ബിബിത എന്നിവർ സംസാരിച്ചു. റഷ്യൻ ആയോധന കലയായ സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ തൃശൂർ സ്വദേശിയായ വിദ്യാർത്ഥി വെങ്കിടങ്ങ് പാടൂർ സ്വദേശിയായ ലുക്മാനുൽ ഹക്കീമാണ് ഏപ്രിൽ 14 മുതൽ 20 വരെ ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തിനായി മാറ്റിരക്കുന്നത്. പാടൂർ സ്വദേശി മംഗലത്തു വീട്ടിൽ ഷുക്കൂറിന്റെയും ഷെഫിദയുടെയും മകനായ ലുക്മാനുൽ ഹക്കീം സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 18 കാറ്റഗറിയിലാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നിന്നും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ വിഭാഗങ്ങളിലായി 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ലുക്മാനുൽ ഹക്കീമിന് മികച്ച വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് പരിശീലകനായ അൻവർ മരക്കാർ പറഞ്ഞു. സാംബെ ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ RJ അൻവർ മരക്കാരുടെ ശിക്ഷണത്തിൽ വെങ്കിടങ്ങ് സാമറായി ടൈഗേഴ്സ് മാർഷൽ അക്കാദമിയിലാണ് ലുക്മാനുൽ ഹക്കീം കഴിഞ്ഞ 4 വർഷമായി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ലുക്മാൻ. മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനായി ലുക്മാൻ കഴിഞ്ഞ ദിവസം ഉസ്ബെക്കിസ്ഥാനിലേക്ക് തിരിച്ചു. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് മെഡൽ നേടി, കേരളത്തിന് വേണ്ടി മെഡൽ നേടി, അതിനുശേഷം ഇന്ത്യയിലേക്ക് മത്സരിക്കാനുള്ളൊരു അവസരമാണ് ഇന്ന് ലുക്മാനിന് ലഭിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രതീക്ഷയുണ്ട്, മെഡൽ നേട്ടം കൈവരിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെ ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ലുക്മാൻ എല്ലാവിധ ആശംസകളും തൃശ്ശൂർ ജില്ലാ സാംബോ അസോസിയേഷൻ്റെ പേരിൽ നൽകുകയാണ്. കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ UAE-യിലെ ഗ്രിഗോറിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫുജൈറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിൽ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു. UAE-യിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള കുന്നംകുളം സ്വദേശികളായ പ്രവാസികൾ പെരുന്നാളിൽ പങ്കെടുത്തു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം സഭയുടെ ആരാധനാ സംഗീത വിഭാഗമായ ശ്രുതിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനൂപ് രാജു ഉദ്ഘാടനം ചെയ്തു.
കുന്നംകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് PC സൈമൺ അധ്യക്ഷനായി. ഇടവക സെക്രട്ടറി CJ ബിജുമോൻ, ട്രസ്റ്റി ജേക്കബ് പാപ്പച്ചൻ, ജുബി കുരുവിള, മനോജ്, ബൈജു തോപ്പിൽ, ബിനോയ് മീനടം എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജിനീഷ് വർഗീസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സുജിത്ത് കൊച്ചു നന്ദിയും പറഞ്ഞു. നേർച്ച വിതരണവും ഉണ്ടായി. പോർക്കുളം പഞ്ചായത്തിലെ കൊങ്ങണൂർ 63 നമ്പർ അമ്പിളി മഹാസമാജം അംഗൻവാടിയുടെ 43ാം വാർഷികാഘോഷവും ഈ വർഷം വിരമിക്കുന്ന അംഗൻവാടി ഹെൽപ്പർ പത്മിനി അശോകന് യാത്രയപ്പും നൽകി. ബുധനാഴ്ച വൈകിട്ട് അംഗൻവാടി പരിസരത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷങ്ങളുടെയും യാത്രയപ്പ് സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പത്മം വേണുഗോപാൽ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഖില മുകേഷ്, ജിയോനിഷ്, PC കുഞ്ഞൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന പത്മിനി അശോകനെ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്ക് പ്രോഗ്രാം ഓഫീസർ സുബേദ, CDPO ഫെബ്ന, ICDA സൂപ്പർവൈസർ അനിത, ALMSC അംഗങ്ങളായ MC ലാസർ, മെജോ ബ്രൈറ്റ് എന്നിവർ നേതൃത്വം നൽകി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് ഏരിയ സമ്മേളനം വിജയിപ്പിക്കാനായി സംഘാടക സമിതി യോഗം ചേർന്നു. മുതുവട്ടൂർ റെഡ് ഹൌസിൽ CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ PS അശോകൻ, AM മഹേന്ദ്രൻ, CITU ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TS ദാസൻ, ജെയിംസ് സാലൂർ, കോർഡിനേഷൻ കൺവീനർ KC സുനിൽ എന്നിവർ സംസാരിച്ചു. KP വിനോദ് അധ്യക്ഷത വഹിച്ചു. KR ആനന്ദൻ സ്വാഗതവും CK തോമസ് നന്ദിയും പറഞ്ഞു. സംഘാടക സമിതി ചെയർമാനായി PS അശോകൻ, കൺവീനർ KR ആനന്ദൻ, ട്രഷറർ CK തോമസ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ഏപ്രിൽ 27 മുതുവട്ടൂർ ശിക്ഷസദനിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. അക്ഷരലോകത്തേക്ക് ആദ്യ ചുവടുവെച്ച കുരുന്നുകൾക്ക് ഹൃദ്യമായ വരവേൽപ്പ് നൽകി പഴവൂർ നജ്മുൽ ഹുദ മദ്രസ ഇലാഹിയ ജുമാ മസ്ജിദ് കമ്മിറ്റി. ഫത്ഹെ മുബാറക് എന്ന പേരിൽ നടത്തിയ ചടങ്ങ് മഹല്ല് ഖത്തീബ് SMK തങ്ങൾ പുതിയ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച് ഉദ്ഘാടനം ചെയ്തു. പഴവൂർ മഹല്ല് പ്രസിഡന്റ് PK സുലൈമാൻ അധ്യക്ഷനായി. മഹല്ല് സെക്രട്ടറി PY അബുസാലി, മതപഠന അധ്യാപകരായ അഷ്റഫി, അബൂബക്കർ അൽ ഹസനി, നിയാസ് അദനി, KK സിയാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്കുള്ള സമ്മാന വിതരണം മുൻ മഹല്ല് പ്രസിഡന്റ് അബൂബക്കർ ഹാജി നിർവഹിച്ചു. മധുരപലഹാര വിതരണവും ഉണ്ടായി. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ KU കബീർ, ഇബ്രാഹിം പഴവൂർ, NA താഹിർ എന്നിവർ നേതൃത്വം നൽകി. മെയ് 2-3 തീയതികളിൽ വയനാട്ടിൽ നടക്കുന്ന കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ 61ാം സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. തൃശൂർ NTS ഭവനിൽ ചേർന്ന യോഗത്തിൽ പോസ്റ്റർ വയനാട് ജില്ലാ ഭാരവാഹികളായ അലി അസ്കർ, ബിജു EC എന്നിവർ, എറണാകുളം ജില്ലാ ഭാരവാഹികളായ ജോളി, സാജൻ PP എന്നിവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NV മധു, ജനറൽ സെക്രട്ടറി ഷിനോജ് പാപ്പച്ചൻ, ഓർഗനൈസിംഗ് സെക്രട്ടറി അജി കുര്യൻ, ട്രഷറർ CC ഷാജു എന്നിവർ സംസാരിച്ചു. വിപണി 2KR ട്രൂമാർട്ടിന്റെ 5ാം വാർഷികവും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും പഴഞ്ഞി ജെറുസലേമിൽ നടന്നു. സേവനരംഗത്ത് മികവിന്റെ 5 വർഷം പിന്നിടുന്ന 2KR ട്രൂമാർട്ടിന്റെ 5ാം വാർഷികവും നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ താരം രചന നാരായണൻകുട്ടി നിർവഹിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ, വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ, പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, സ്ഥാപന ഉടമകൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ, നാട്ടുകാർ, അഭ്യുദയകാംക്ഷികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ആദ്യ വിൽപ്പനയും രചന നാരായണൻകുട്ടി നിർവഹിച്ചു. ഏപ്രിൽ 10 മുതൽ മെയ് 31 വരെ 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് ട്രൂമാർട്ട് സമ്മാന പെരുമഴ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ബ്രാൻഡഡ്, നോൺ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കും വമ്പിച്ച വിലക്കുറവും വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട്. ഹോം ഡെലിവറി സംവിധാനവും ലഭ്യമാണ്.
സ്ഥാപനത്തിന്റെ വിലാസം 2KR ട്രൂമാർട്ട്, ജെറുസലേം ജംഗ്ഷൻ, പഴഞ്ഞി. ഫോൺ 7306406566. പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും രണ്ടാമത്തെ ചൊവ്വാഴ്ചകൾ നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും കാരുണ്യം കുടുംബസംഗമവും അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടത്തി. കാരുണ്യം ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ ചടങ്ങിൽ മോട്ടിവേറ്റർ നൌഫൽ ക്ലാസ് എടുത്തു. ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ക്യാമ്പിന് ഹോമിയോ ഡോക്ടർമാരായ ജമാലുദ്ദീൻ, മിസറിയ എന്നിവർ നേതൃത്വം നൽകി. 100-ലധികം കുടുംബങ്ങൾക്കുള്ള റിലീഫ് കിറ്റും വിതരണം ഉണ്ടായി. കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ആറ്റുപുറം സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലവളപ്പിൽ നന്ദിയും പറഞ്ഞു. വിപണി ഫാഷൻ ആൻഡ് ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഒട്ടനവധി കളക്ഷനുകളുമായി നിത്യ ആൻഡ് പ്രമോദ് ജ്വല്ലറി ഗുരുവായൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. അനുഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് യുഗങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഫാഷൻ ആൻഡ് ഇമിറ്റേഷൻ ജ്വല്ലറിയുടെ ഒട്ടനവധി കളക്ഷനുകളുമായാണ് നിത്യ ആൻഡ് പ്രമോദ് ജ്വല്ലറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം മാളവിക മേനോൻ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ആദ്യ വിൽപ്പനയും മാളവിക മേനോൻ നടത്തി. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്ത് ശേഖരിച്ച അപൂർവ ഇനം ജ്വല്ലറി കളക്ഷനുകളും ഗുരുവായൂരിലെ സ്റ്റോറിൽ മിതമായ വിലയിൽ ലഭ്യമാണ്. നിത്യ ആൻഡ് പ്രമോദ് ജ്വല്ലറി, തൈക്കാട്, ഗുരുവായൂർ. ഫോൺ 9074564253. വഖഫ് നിയമ ഭേദഗതി മുസ്ലിം വംശഹത്യ തന്നെ എന്ന മുദ്രാവാക്യമുയർത്തി വെൽഫെയർ പാർട്ടി വടക്കേക്കാട് പഞ്ചായത്ത് കമ്മിറ്റി കൊച്ചന്നൂരിൽ പ്രതിഷേധ റാലി നടത്തി. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PH റസാഖ്, സെക്രട്ടറി അസ്ലം, ട്രഷറർ OM ജലീൽ തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. വിവിധ യൂണിറ്റുകളുടെ ഭാരവാഹികളും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരും അണിനിരന്നു. കൊച്ചന്നൂർ അതിർത്തിയിൽ നിന്ന് തുടങ്ങിയ റാലി കൊച്ചന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ സമാപന യോഗം പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PH റസാഖ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി മുഹമ്മദ് അസ്ലം സ്വാഗതവും നായരങ്ങാടി യൂണിറ്റ് പ്രസിഡന്റ് മൻസൂർ നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,560 രൂപ, സ്വർണം പവന് 68,480 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 105 രൂപ. ചരമം കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയും പോർക്കുളം സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ കൊങ്ങണൂർ കളരിക്കൽ പരേതനായ കൃഷ്ണൻ മകൻ KK മോഹൻ റോയ് നിര്യാതനായി. 71 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ലളിതാദേവിയാണ് ഭാര്യ. ശിഖ, ശില്പ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചങ്ങരംകുളം നന്നമുക്കിൽ വാഹനാപകടം. പഴഞ്ഞി MD കോളേജ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കോലളമ്പ് കിഴക്കേ വട്ടപ്പറമ്പിൽ നന്ദന്റെ മകൻ നിതിനാണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക്. മലയാറ്റൂർ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന പാവർട്ടി സ്വദേശി വാഹനാപകടത്തിൽ മരിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി. കളഭവും തിരുമുടിമാലയും പഴവും പഞ്ചസാരയും അടങ്ങുന്ന ഗുരുവായൂരപ്പന്റെ പ്രസാദങ്ങൾ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഗവർണർക്കും പത്നിക്കും നൽകി. ഗവർണറുടെ ഗുരുവായൂർ സന്ദർശനം ചുമതലയേറ്റെടുത്ത ശേഷം ഇതാദ്യമായി. ചിറ്റണ്ട തലശ്ശേരി പാതയിൽ പന്നികൾ കാറിന് കുറുകെ ചാടിയ അപകടം. വാഹനത്തിന്റെ മുൻവശം തകർന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകൾ, പ്രോഗ്രാമുകളെല്ലാം യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്കായി സന്ദർശിക്കുക www.cctvonline.tv. നമസ്കാരം.